സംഘപരിവാറിന്റെ രാഷ്ട്രീയ താല്പര്യമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. മുസ്ലിം വിഭാഗത്തെ അധിക്ഷേപിക്കാനുള്ള സംഘപരിവാറിന്റെ ദേശീയ കാഴ്ചപ്പാട് ഈ തരത്തിലാണ്. അപ്പോൾ അത് വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാളെ കൊണ്ട് ഇവിടെ പറയിപ്പിക്കേണ്ട കാര്യം എന്താണ്? ഇപ്പോൾ ഇതിനെ നിങ്ങൾ പൂർണ്ണമായിട്ട് എൻഡോഴ്സ് ചെയ്യുന്നുണ്ടാവുമല്ലോ, കാരണം അതിനുശേഷം കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഇതിന് പിന്തുണ നൽകുന്ന വിധത്തിലാണ് സംസാരിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ മകൻ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നിങ്ങളുടെ പാർട്ടിയുടെ സഖ്യകക്ഷിയാണ് താനും. അപ്പോൾ ഇതിലൊരു ലാർജർ പൊളിറ്റിക്കൽ പ്ലാൻ ഉണ്ടോ? താങ്കൾ എനിക്ക് സമയം തരും എന്ന് ഞാൻ ധരിക്കുന്നു. ഒരു കാര്യം ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ മലപ്പുറം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സാംസ്കാരികമായ ഒരു തലസ്ഥാനമായിരുന്നു. പൂന്താനത്തിൻ്റെയും നാരായണ ഭട്ടതിരിപ്പാടിൻ്റെയും എഴുത്തച്ഛൻ്റെയും ആഴ്വാഞ്ചാരി തമ്പ്രാക്കളുടെയും പിൽക്കാലത്ത് നിരവധി എഴുത്തുകാരുടെയും ഏറ്റവും അവസാനം EMS നമ്പൂതിരിപ്പാടിൻ്റെയും അക്കിത്തമടക്കമുള്ള മുഴുവൻ കേരളത്തിൻ്റെ സാഹിത്യമണ്ഡലത്തിലെ അറിയപ്പെടുന്ന അധികായകന്മാരുടെ നാടും ഒരു സാംസ്കാരിക കേന്ദ്രവുമായിരുന്നു. പക്ഷേ മലപ്പുറത്ത് പിൽക്കാലത്ത് സംഭവിച്ചതിനെക്കുറിച്ച് വ്യാധിയും ആവലാതികളും പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയ ആളാണ് മഹാനായിരുന്ന കേരള ഗാന്ധി എന്ന് അറിയപ്പെട്ടിരുന്ന കേളപ്പജി. എന്താണ് മലപ്പുറത്തിൻ്റെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എന്തിനാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ മെക്കെട്ട് കയറാൻ പലരും ശ്രമിക്കുന്നത്? വാസ്തവത്തിൽ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ആളുകൾ മിണ്ടുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഏതെങ്കിലും എൻ്റെ ചെവിയിൽ ഞാൻ പറയുന്നത് എൻ്റെ ചെവിയിൽ തന്നെ വരുന്നു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ്, അതായത് പ്രതിപക്ഷ നേതാവ്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല, അതല്ലെങ്കിൽ KPCC പ്രസിഡന്റ്, ഏതെങ്കിലും മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് ഇതിനെതിരായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? അതായത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് തെറ്റാണ്, അദ്ദേഹം മതവിദ്വേഷം പരത്തുകയാണ്, അദ്ദേഹം വിദ്വേഷ പ്രസംഗം നടത്തുകയാണ് എന്ന് പറഞ്ഞ ഒരു നിലപാട് ഇവരാരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, അവർ സജി ചെറിയാൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന എന്താ? നിങ്ങൾ നോക്കിയിട്ടില്ലേ സജി ചെറിയാൻ്റെ പ്രസ്താവന എന്താന്ന്? കാരണം ഇവർക്കെല്ലാവർക്കും അറിയാം എന്താണ് മലപ്പുറത്ത് വെച്ച് ബഹുമാന്യനായ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അത് യാഥാർത്ഥ്യമാണ്. ഞാനൊരൊറ്റ ഉദാഹരണം, ഒന്നല്ല, ഒരു 2-3 ഉദാഹരണം എന്നെ പറയാൻ അനുവദിക്കണം. ഞാൻ ഒന്നാമത്തെ കാര്യം ചോദിക്കട്ടെ. ഈ മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ലയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടല്ല വാസ്തവത്തിൽ വെള്ളാപ്പള്ളി നടേശൻ സംസാരിച്ചത്. പക്ഷെ മലപ്പുറത്ത് പോയിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. കാരണം ഏതാണ്ട് 74% മുസ്ലിം ജനസംഖ്യയുള്ള ഒരു ജില്ലയാണ് മലപ്പുറം. ഇന്ന് 4.8% കേരളത്തിലെ ജനസംഖ്യയുടെ വളർച്ചയെങ്കിൽ 9.4% വളർച്ച മലപ്പുറത്തുണ്ട് എന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തിന് അറിയാം. ദ ന്യൂ ബോൺ ചിൽഡ്രൻ്റെ ആവറേജ് എടുത്താൽ കേരളത്തിലെ ആവറേജിനേക്കാൾ കൂടുതലാണ് മലപ്പുറത്തെ ആവറേജ് എന്ന് അദ്ദേഹത്തിന് അറിയാം. ഞാനൊരൊറ്റ കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പല ആളുകളും പറയുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന ന്യൂനപക്ഷ വിരുദ്ധ. എങ്ങനെ ന്യൂനപക്ഷ വിരുദ്ധമാവുക? അദ്ദേഹം ഒരു സമുദായത്തിൻ്റെ നേതാവാണ്. അദ്ദേഹം സംസാരിക്കുന്നത് ഒരു സമുദായത്തിന് വേണ്ടിയാണ്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം 1980 എടുത്ത മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് 1991 വന്നപ്പോൾ ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷമാണ് OBC സംവരണം വന്നത്. ആ OBC സംവരണത്തിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ എന്താണ് മലപ്പുറത്തെ മുസ്ലിം സമൂഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? പിന്നോക്കക്കാരാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് മാപ്പള എന്ന വാക്കാണ്. മാപ്പിള എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമൂഹമാണ്, ഒരു പ്രത്യേക ട്രൈബാണ്. അറേബ്യൻ നിന്ന ആളുകൾ വന്ന് ഇവിടെ സന്താനോൽപാദനം നടത്തി തിരിച്ചു പോകുമ്പോൾ ഉണ്ടായ സന്തതികളെയാണ് മാപ്പിള എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും OBC സംവരണത്തിലേക്ക് മുഴുവൻ മുസ്ലിങ്ങളെ കൊണ്ടുവന്നത് അനീതിയല്ലേ? ഒന്നാമത്തെ പ്രശ്നം ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് എല്ലാം കൂടി ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ല. ഒന്നാമത്തെ എന്താണ്
വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്? അല്ല, ഈ മലപ്പുറത്തെ മുസ്ലിമേതര ജനവിഭാഗം, ഈഴവരടക്കമുള്ള മുസ്ലിമേതര ജനവിഭാഗം ഭയന്ന് ജീവിക്കുന്ന ആളുകളാണ്. സ്വതന്ത്രമായി വായു പോലും ശ്വസിക്കാൻ കഴിയില്ല. ഇപ്പൊ ഈ എന്താ പറയാ, ജനന നിരക്കിന്റെ കണക്ക്, അപ്പൊ ഒരു സ്ഥലത്ത് കൂടുതൽ ജനന നിരക്കുണ്ട് എന്ന് പറയുന്നതുകൊണ്ട് അവിടെ മറ്റുള്ള ആളുകൾ ശ്വസിക്കാൻ പറ്റില്ലേ? പറയൂ പറയട്ടെ. നിങ്ങൾ എന്നെ ഇടപെടാൻ പറ്റില്ല. അല്ലല്ല, ഞാനെന്ന് ഇടപെടാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ ഈ ചർച്ചയ്ക്ക് ഇരിക്കില്ല. ഞാൻ സംസാരിക്കട്ടെ. സംസാരിച്ചു കഴിഞ്ഞ് താങ്കൾക്ക് സമയം കിട്ടുമ്പോൾ താങ്കൾ പറഞ്ഞോളൂ, അല്ലാതെ ഇടപെടല്ലേ. എന്റെ പോയിന്റ് എന്ന് വളരെ ക്ലിയർ ആണ്. ആ പോയിന്റ് എന്ന് പറയുന്നത്, ഈ 12% ഒരു കാരണവശാലും എല്ലാ മുസ്ലിങ്ങൾക്കും മതപരമായ OBC സംവരണം കൊടുക്കാൻ പാടില്ല. അത് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നോക്കക്കാരായി നിൽക്കുന്ന ജാതി സംവരണത്തിൻ്റെ പേരിൽ, OBC എന്ന് പറയുന്ന ജാതി സംവരണത്തിൽ ഈഴവാദി പിന്നോക്കക്കാർക്ക് കിട്ടേണ്ട സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലതും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞാൻ ഉദാഹരണം പറയാം. ഓരോ പ്രാവശ്യവും ഇടതുപക്ഷവും വരുമ്പോഴും വലതുപക്ഷം വരുമ്പോഴും കേരളത്തിലെ ഈ SNDPയുടെ വെള്ളാപ്പള്ളി നടേശൻ കോളേജുകൾ ചോദിക്കാറുണ്ട്. മലപ്പുറത്ത് ഒരു കോളേജ് പോലും അനുവദിച്ചിട്ടില്ല. എന്നാൽ കേരളത്തിലെ കോളേജുകളുടെ കണക്ക്, മലപ്പുറത്തെ മാത്രം കോളേജിന്റെ കണക്ക് ഞാൻ പറയാം. മലപ്പുറത്തെ മാത്രം കോളേജ്, ദന്തൽ കോളേജ് അടക്കം 20 കോളേജ്, എഞ്ചിനീയറിംഗ് അടക്കമുള്ള 20 കോളേജ് മലപ്പുറത്ത് അനുവദിക്കപ്പെട്ടു. മലപ്പുറത്തെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക തരത്തിലുള്ള സ്കോളർഷിപ്പ് കൊടുക്കുന്നു. ഈ സ്കോളർഷിപ്പ് മുഴുവനും കിട്ടേണ്ടത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട മലപ്പുറത്തെ വിദ്യാർത്ഥികൾക്ക് ഏത് പ്രത്യേക തരത്തിലുള്ള സ്കോളർഷിപ്പ്? കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കുമായി ഉള്ള സ്കോളർഷിപ്പുകളുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പ്രത്യേകമുള്ള സ്കോളർഷിപ്പ് ഉണ്ട്. അതല്ലാതെ മലപ്പുറത്തേക്ക് മാത്രമായി ഒരു സ്കോളർഷിപ്പും ഇല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ താങ്കൾ പറഞ്ഞു 20 പ്രൊഫഷണൽ കോളേജുകൾ അവിടെ ഒരു പ്രത്യേക മതവിഭാഗത്തിനാണ്. താങ്കൾ തന്നെ പറയുന്നു അവിടുത്തെ ജനസംഖ്യയുടെ കോമ്പിനേഷൻ. ഇവിടെ ഇന്നിപ്പോ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഒരു തവണയെങ്കിലും ഒരു കോളേജിന് അംഗീകാരം തേടി അവിടെ SNDP യോഗമോ അതല്ലെങ്കിൽ SN ട്രസ്റ്റോ എവിടെയെങ്കിലും അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? അപേക്ഷിക്കാതെ അല്ലെങ്കിൽ ഒരു കോളേജിന് വേണ്ടി ശ്രമിക്കാതെ അവിടെ ഒരു കോളേജ് ഇല്ല എന്ന് പറയുന്നതിനകത്ത് എന്ത് കഥയുണ്ട് ശ്രീ ഗോപാലകൃഷ്ണൻ? ശരി, ഞാൻ അങ്ങ് പറഞ്ഞ അങ്ങയുടെ വാദമൊക്കെ അവതരിപ്പിക്കാനുള്ള എല്ലാ അവകാശവും അങ്ങേക്കുണ്ട്. പക്ഷേ വസ്തുതകളാവണ്ടേ. കടുത്ത വസ്തുതാ വിരുദ്ധത വരുമ്പോഴാണ് ഞാൻ ഇടപെടുന്നത്. ഞാൻ ഇടപെടണമെന്ന് വിചാരിച്ചത് പോലും അല്ല. ഒരു സെക്കൻഡ് അല്ല നിങ്ങൾ ഇടപെടുമെന്ന് എനിക്കറിയാം. കാരണം ഞാൻ പറയുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഇതിലേതാണ് യാഥാർത്ഥ്യം? മാതൃഭൂമിക്കോ അല്ലെങ്കിൽ ഇതിലിരിക്കുന്ന പല ആളുകൾക്കോ കഴിയില്ല. ഞാൻ പറഞ്ഞോട്ടെ. SNDPയുടെ വെള്ളാപ്പള്ളി നടേശൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഓരോ പ്രാവശ്യം വരുന്ന ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടും ഞങ്ങൾ കോളേജുകൾ തരണം. അതിന്റെ എന്തെങ്കിലും ഒരു രേഖ ശ്രീ ഗോപാലകൃഷ്ണൻ ഇത് കഴിഞ്ഞ് പ്രസിദ്ധീകരിക്കാമോ? ഇപ്പൊ ഞാൻ ചോദിക്കുന്നില്ല. അത് വെള്ളാപ്പള്ളി നടേശനാണല്ലോ തരേണ്ടത്. താങ്കൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? നിങ്ങൾ ഒരു മിനിറ്റ് എന്നെ ഒന്ന് പറയാം. മലപ്പുറത്ത് എയ്ഡഡ് കോളേജ് ചോദിച്ചതിന്റെ SN ട്രസ്റ്റ് മലപ്പുറത്ത് എവിടെയാണ് കോളേജ് ആലോചിച്ചിട്ട് അല്ലെങ്കിൽ കോളേജ് ആവശ്യപ്പെട്ടിട്ട് കിട്ടാതിരുന്നത്? ഏത് സർക്കാരിന് മുമ്പിലാണ് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനം ആവശ്യപ്പെട്ടത്? അതെന്തുകൊണ്ട് കിട്ടിയില്ല? അതൊന്ന് വിശദീകരിച്ചാൽ മതി. അങ്ങ് വസ്തുത പറയുമ്പോ പൊള്ളുന്നു എന്നൊക്കെയാണ് വസ്തുതയാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, ഈ വസ്തുത ഞാൻ പറയുന്നത് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചുള്ള ചർച്ചയാണിത്. വളരെ വെള്ളാപ്പള്ളി നടേശനാണല്ലോ പറഞ്ഞത്. SN ട്രസ്റ്റ് പല പ്രാവശ്യം ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടും ചോദിച്ചു. ഒരു മൈക്കുമായിട്ട് നിങ്ങൾ പോ മാതൃഭൂമി, എന്നിട്ട് വെള്ളാപ്പള്ളി നടേശനോട് ചോദിക്കാൻ വെള്ളാപ്പള്ളി നടേശനോട് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന കാര്യത്തിൽ ഒരു ഓതന്റിസിറ്റി വേണ്ടേ ശ്രീ ഗോപാലകൃഷ്ണൻ? എവിടെയാണ് SN ട്രസ്റ്റ് കോളേജുകൾ ചോദിച്ചിട്ട് കൊടുക്കില്ല, ഒരു വിഭാഗത്തിന് മാത്രമായി കൊടുത്തു എന്നുള്ളതാണ് താങ്കളുടെ ആരോപണം? എവിടെ? മലപ്പുറത്തെ എവിടെയാണ്? ഏത് കോളേജാണ് ആലോചിച്ചത്? എവിടെയാണ് കോളേജിന് വേണ്ടി പ്രപ്പോസൽ കൊടുത്തത്? ആ പ്രപ്പോസലിൽ എന്തായിരുന്നു മറുപടി? ഇതൊക്കെ നമ്മൾ അറിയണ്ടേ? താങ്കൾ ഒരു വാദം പറയുമ്പോൾ താങ്കൾ തന്നെ സാധൂകരിക്കണ്ടേ? എന്തിനാ? അല്ല, നിങ്ങളെ ഞാൻ പറഞ്ഞ വാദം എന്താ? SNDPയുടെ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയെ കുറിച്ചാണ് ചർച്ച. അദ്ദേഹം ആ പ്രസ്താവന പറയാൻ കാരണം അദ്ദേഹം കൊടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് പിന്നോക്ക വിഭാഗക്കാർക്ക് മലപ്പുറം ജില്ലയിൽ ഒന്നും കിട്ടുന്നില്ല എന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ പല പ്രാവശ്യം ചോദിച്ചു, ഞാൻ പല പ്രാവശ്യം രേഖകൾ വെച്ചു, പക്ഷെ കിട്ടുന്നില്ല. നിങ്ങൾക്കതിൽ തർക്കം ഉണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മൈക്കുമാൻ അദ്ദേഹത്തിനടുത്ത് പോ. നിങ്ങൾ പറയുന്നത് ശരിയാണോ? ഇനി വേണ്ട, കേരളത്തിലെ മുഖ്യമന്ത്രിയില്ലേ, കേരളത്തിലെ പ്രതിപക്ഷ നേതാവില്ലേ, ചോദിക്കാൻ പറ വെള്ളാപ്പള്ളി നടേശനോട്.
നിങ്ങൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയല്ല. ചോദിക്കാൻ പറഞ്ഞ ധൈര്യം ഉണ്ടെങ്കിൽ എന്തേ ഇവരാരും അക്ഷരം മിണ്ടാത്തത്? ഞാൻ ചോദിക്കുകയാണ്, എന്തേ പ്രതിപക്ഷ നേതാവ് മിണ്ടാത്തത്? എന്തേ പ്രതിപക്ഷ നേതാവ് ഒരക്ഷരം പോലും വെള്ളാപ്പള്ളി നടേശന്റെ വിഷയത്തിൽ സംസാരിക്കാത്തത്? അവർക്കിതറിയാം, ഈ കാര്യങ്ങൾ അവർക്കറിയാം. അതുകൊണ്ട് മാതൃഭൂമി മൈക്കുമായിട്ട് വെള്ളാപ്പള്ളി നടേശനെടുത്ത് പോവുക. ശ്മശാനത്തിൽ എത്ര കേസ്? ഞാൻ ചോദിക്കട്ടെ, മലപ്പുറം ജില്ലയിൽ ശ്മശാനം ഒരു മിനിറ്റ് കഴിഞ്ഞു, ഞാൻ നിർത്തി. മലപ്പുറം ജില്ലയിൽ ശ്മശാനത്തിനു വേണ്ടി എത്ര കേസുകൾ നിലവിലുണ്ടെന്ന് നിങ്ങൾക്കറിയോ? പിന്നോക്കക്കാർക്ക് ശ്മശാനം കിട്ടണമെങ്കിൽ പഞ്ചായത്ത് എനിക്കറിയാം. പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം BJP സമരം നടത്തിയതാണ്. പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ പഞ്ചായത്തുകളിൽ പിന്നോക്കക്കാർക്ക് ശ്മശാനം അനുവദിക്കുന്നില്ല. അതിന്റെ പേരിൽ സമരം ചെയ്യാൻ പോയതിൽ ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഓരോ വിഷയവും അറിയാം. അവിടെ പൊന്നാനി താലൂക്കുമായി ബന്ധപ്പെട്ട് ഒരു ബ്രിഡ്ജ് വരുന്നതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം അടിച്ച് തകർക്കാൻ പോയത്, ഒഫീഷ്യലായിട്ട് പോയത്, ജലീലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ പോയതാണ്. ഇയാൾ പറയുന്നതൊക്കെ ഭയങ്കര അടിസ്ഥാന. ഞാൻ ചോദിക്കട്ടെ, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ OBC സംവരണം